ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിലോട്ടെത്തിയിരിക്കുന്നത് 2025 പുതിയതായി പുറത്തിറങ്ങിയ ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ എന്ന മൂവി ആയിട്ടാണ്. സോ പറഞ്ഞു ബോറടിപ്പിക്കാതെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മൂവിയിലോട്ട് കിടക്കാം. അങ്ങനെ നമ്മുടെ മൂവി ആരംഭിക്കുന്നത് നമ്മുടെ ഹീറോയുടെ വോയിസ് ഓവർ കേൾപ്പിച്ചുകൊണ്ടാണ്. നമ്മുടെ ഹീറോയുടെ പേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിക്കപ്പ് എന്നാണ്. സോ അവൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ നാട്ടിൽ എല്ലാം കൊണ്ടും അവർ ഓക്കെയാണ്. പക്ഷെ അവരുടെ നാട്ടിൽ ആകെയുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രാഗൺസിനെ കൊണ്ടുള്ള ശല്യമാണ്. നമുക്കിവിടെ എലിയും പൂച്ചയും ഒക്കെ ശല്യമാകുന്നത് പോലെ അവർക്ക് ഡ്രാഗൺസ് ആണ് ശല്യം. പറഞ്ഞുകൊണ്ടിരിക്കയിൽ തന്നെ അവരുടെ ആ ഒരു നാട് വൈക്കിങ്സിൻ്റെ നാടായ ബെർക്ക്. വൈക്കിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രാഗണിനെ കൊല്ലാൻ വേണ്ടി പ്രത്യേകതരം വംശത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്. അവരെയാണ് നമ്മൾ വൈക്കിങ്സ് എന്ന് വിളിക്കുന്നത്. സോ വൈക്കിങ്സിൻ്റെ ബെർക്ക് എന്ന ഗ്രാമമാണ് നമ്മളുടെ ഹീറോയുടേത്. ഹീറോയുടെ അച്ഛനാണെങ്കിൽ അവിടുത്തെ മെയിനായിട്ടുള്ള തലവനാണ്. സോ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ അവിടെ ഉണ്ടാക്കി വെച്ചിരുന്ന നമ്മുടെ ആടിൻ്റെ ഒരു പ്രതിമയെ ഒരു ഡ്രാഗൺ എടുത്തിട്ട് പോവാണ്. സോ അത് ഒരു ട്രാപ്പായിരുന്നു. അങ്ങനെ ആ ഒരു ട്രാപ്പ് പ്രകാരം അവിടെയുള്ള നാട്ടുകാരൊക്കെ ഈ ഡ്രാഗൺ വന്ന വിവരം അറിയുകയാണ്. അങ്ങനെ ആ ഡ്രാഗൺ ആണെങ്കിൽ കൂട്ടത്തിലുള്ള മറ്റുള്ള ഡ്രാഗൺസിനെയും വിളിച്ചു വരുത്തുകയും അവിടെ ഭയങ്കരമായിട്ടുള്ളൊരു ഫൈറ്റ് നടക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ഫൈറ്റൊക്കെ നടക്കുന്ന സമയത്ത് നമ്മളുടെ ഹീറോയ്ക്കാണെങ്കിൽ ഹീറോയുടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് പ്രത്യേകമായിട്ടുള്ള ഓർഡർ ഉണ്ട്, പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞ്. പക്ഷെ നമ്മുടെ ഹീറോയ്ക്ക് ഭയങ്കര ആഗ്രഹമാണ് ഈ ഡ്രാഗൺസിനെ ഹണ്ട് ചെയ്യണമെന്നും അതുപോലെ തന്നെ അതിനെയൊക്കെ കൊല്ലണമെന്നും. സോ അതുകൊണ്ട് തന്നെ അവൻ പുറത്തിറങ്ങുന്നുണ്ടെങ്കിലും അവനെ ആണെങ്കിൽ വലിയൊരു ഡ്രാഗൺ വന്ന് തീ തുപ്പി കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷെ കൃത്യസമയത്ത് അവൻ്റെ അച്ഛൻ ഇടപെടുന്നത് കൊണ്ട് തന്നെ അവന് കാര്യമായിട്ടൊന്നും സംഭവിക്കുന്നില്ല. സോ അവൻ്റെ അച്ഛനാണെങ്കിൽ അവനെ വഴക്ക് പറഞ്ഞ് വീട്ടിലോട്ട് അയക്കുകയാണ്. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടെ ഇറങ്ങരുത് എന്ന് പറഞ്ഞിട്ട് വഴക്ക് പറയുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ ഹീറോ നേരെ പോകുന്നത് അവൻ്റെ ടീച്ചർ അല്ലെങ്കിൽ അവൻ്റെ മെൻറ്ററായിട്ടുള്ള ഗോബറിൻ്റെ അടുത്തേക്കാണ്. ഗോബർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ കൊല്ലനാണ്. ഈ ഒരു ഡ്രാഗണിനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ആയുധങ്ങളും സപ്ലൈ ചെയ്യുന്നത് ഈ ഗോബർ തന്നെയാണ്. ശരിക്കും നമ്മുടെ നായകനാണെങ്കിൽ ഗോബറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്യാണ്. അങ്ങനെ ഇപ്പം നമ്മുടെ നായകൻ ഗോബറിനോട് പറയുകയാണ്, ഞാനും പോയിട്ട് ഈ ഡ്രാഗൺസിനെ ഒക്കെ കൊല്ലട്ടെ, ഞാനാണെങ്കിൽ ഒരു വെറൈറ്റി ആയുധം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന്. അപ്പോൾ ഗോബർ പറയുന്നതിടെ ചെറുക്കൻ നീ അടങ്ങിയിരിക്കുക, എന്നിട്ട് വരുന്നവർക്കൊക്കെ വെപ്പൺസ് എടുത്ത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അവനെ വഴക്ക് പറയുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ അവിടെ ഒരു ക്രഷ് ഉണ്ട്. അവളുടെ പേര് ആസ്ട്രിഡ് എന്നാണ്. ഈ ആസ്ട്രിഡും കൂട്ടരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഏജിൽ തന്നെ പെട്ട, അതായത് ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ്. പക്ഷെ അവർക്ക് പ്രത്യേകമായിട്ടുള്ള ട്രെയിനിങ് ഈ പറഞ്ഞ രാജ്യത്തിൻ്റെ ഭാഗമായി നൽകുന്നുണ്ട് ഡ്രാഗൺസിനെ കൊല്ലാൻ വേണ്ടിയിട്ട്. അവർക്കെല്ലാം നമ്മുടെ ഹീറോയോട് ഭയങ്കര പുച്ഛമാണ്. പക്ഷേ ഹീറോയ്ക്കാണെങ്കിൽ ആസ്ട്രിഡിനോട് ഭയങ്കര ഒരു പ്രണയമാണ്. എപ്പോഴും ഹീറോയെ കളിയാക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും അവർ പാഴാക്കാറില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിൽ വീണ്ടും ഗോബറിനോട് ചോദിക്കുകയാണ്, ദേ എൻ്റെ ആയുധം ഒന്ന് നോക്കിയെന്ന് പറഞ്ഞിട്ട് ഹീറോ ഉണ്ടാക്കിയ ആയുധം കാണിക്കുമ്പോൾ അതാണെങ്കിൽ ചീറ്റിപ്പോവാണ്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ ഗോബർ പറയാണ്, ഓക്കെ നീ അടങ്ങിയിരിക്കുക, ആദ്യം ചെയ്യേണ്ടത് ഇതൊന്നുമല്ല, നീ ആ ഒരു ആയുധം ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണമെന്ന് പറഞ്ഞാൽ അവനെ വഴക്ക് പറയുകയാണ്. ഇതേ സമയം തന്നെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഡ്രാഗൺസ് ആണെങ്കിൽ ഇവരുടെ നാട്ടിലെ നാൽക്കാലികളെ വെക്കുന്ന സ്ഥലം കണ്ടുപിടിക്കുകയാണ്. സോ ഇതേ സമയത്ത് നമ്മുടെ നായകൻ്റെ അച്ഛനും ഭയങ്കരമായ രീതിയിൽ ഈസി ആയിട്ട് ഓരോ ഡ്രാഗൺസിനെയും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദൂരെ നിന്ന് നോക്കുമ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറിൽ ഒരു ലൈറ്റ് അവർക്ക് കാണുകയാണ്. ഈ ഒരു ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡ്രാഗണിൻ്റേതാണ്. ആ ഒരു ഡ്രാഗൺ ആണെങ്കിൽ അറിയപ്പെടുന്നത് നൈറ്റ് ഫ്യൂറി എന്നാണ്. ഒരുപാട് നാളായിട്ട് ഹീറോയുടെ അച്ഛൻ പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു ഡ്രാഗൺ ആണിത്. അപ്പോൾ തന്നെ ഈ ഒരു നൈറ്റ് ഫ്യൂറി വന്ന് ആദ്യം തന്നെ അറ്റാക്ക് ചെയ്യുന്നത് നമ്മുടെ ഹീറോയുടെ അച്ഛൻ നിൽക്കുന്ന ആ ഒരു സ്ഥലത്തായിരുന്നു. ഇതെല്ലാം കണ്ടിട്ട് ഗോബർ ആണെങ്കിൽ ഇപ്പോൾ ഹീറോയോട് പറയുകയാണ്, എടാ നിൻ്റെ അച്ഛനാണെങ്കിൽ ഒരുപാട് നാളായിട്ട് പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡ്രാഗൺ ആണ് അത് എന്ന്. അങ്ങനെ ഈ ഒരു ഡ്രാഗണെ കണ്ട വശം തന്നെ ഗോബർ അങ്ങോട്ടേക്ക് പോവാണ് അവൻ്റെ അച്ഛനെ സഹായിക്കാൻ വേണ്ടിയിട്ട്. അപ്പം വേറെ തീ തുപ്പുന്ന ഡ്രാഗണുകളും ഈ ഒരു പരിസരത്ത് തന്നെ ഉണ്ട്. ഭയങ്കരമായിട്ടുള്ളൊരു ഫൈറ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഉണ്ടാക്കിയ ആ ഒരു വെപ്പൺ ഉപയോഗിച്ചിട്ട് നമ്മളുടെ ഈ ഒരു നൈറ്റ് ഫ്യൂറിയെ പിടിക്കുകയാണ്. നൈറ്റ് ഫ്യൂറി ആണെങ്കിൽ ആ ഒരു ട്രാപ്പിൽപ്പെട്ട് കാടിൻ്റെ അകത്ത് പെട്ടുപോവുകയാണ്. ഇതേ സമയത്ത് തന്നെ വേറൊരു ഡ്രാഗൺ ആണെങ്കിൽ ഹീറോയെ അറ്റാക്ക് ചെയ്യാൻ വരികയും അതാണെങ്കിൽ കൃത്യസമയത്ത് അവൻ്റെ അച്ഛൻ്റെ കൺമുന്നിൽ പെടുന്നത് കൊണ്ട് മാത്രം അവൻ രക്ഷപ്പെടുകയും ചെയ്യുകയാണ്. അതുമാത്രമല്ല ആ ഡ്രാഗൺ ആണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള നാശനഷ്ടവും 1-2 വീടുകളും ഒക്കെ നശിപ്പിച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ ഹീറോയുടെ അച്ഛനാണെങ്കിൽ അവൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. അപ്പോൾ ഹീറോയുടെ അച്ഛൻ പറയുകയാണ്, നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞതല്ലേ, നിനക്ക് ഇതിനുള്ള സമയമാകുമ്പോൾ ഞാൻ പറയാമെന്ന് പറഞ്ഞ് അവന് വഴക്ക് പറയുകയാണ്. അത് മാത്രമല്ല ഈ ഒരു സമയത്ത് തന്നെ ഡ്രാഗൺസ് ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാ നാൽക്കാലികളെയും കൊണ്ടിട്ട് അവിടെ നിന്ന് പറന്നു പോവുകയാണ്. അങ്ങനെ ഈ സമയത്ത് ഈ അച്ഛനും അതുപോലെ കൂട്ടരുമാണെങ്കിൽ ഒരു മീറ്റിംഗ് വെക്കുകയാണ്.
സോ അച്ഛൻ ഈ ഒരു മീറ്റിങ്ങിന് പോകുന്നതിന് മുന്നേ തന്നെ നമ്മളെ ഹിക്കപ്പ് ആണെങ്കിൽ അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛൻ ഞാനാണെങ്കിൽ ഇങ്ങനെ വലയെറിഞ്ഞൊരു ഡ്രാഗനെ പിടിച്ചിട്ടുണ്ട്, അപ്പോൾ അച്ഛൻ എൻ്റെ കൂടെ കാട്ടിലേക്ക് വരണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ അച്ഛനാണെങ്കിൽ ഇവനോടുള്ള ദേഷ്യത്തിന് പുറത്തും പിന്നെ ആ ഒരു മീറ്റിങ്ങിന് പോകേണ്ട ആ ഒരു കാര്യങ്ങൾ കൊണ്ടിട്ടും ഇവനെ അധികം കേൾക്കാനൊന്നും തയ്യാറാവുന്നില്ല. അങ്ങനെ അച്ഛനാണെങ്കിൽ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മളുടെ അച്ഛൻ ആ ഒരു മീറ്റിങ്ങിൽ വെച്ചിട്ട് ഈ പറഞ്ഞ ഡ്രാഗൺസിൻ്റെ കൂട് അല്ലെങ്കിൽ നെസ്റ്റ് എവിടെയാണ് എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ അതനുസരിച്ച് നമുക്ക് പോയിട്ട് ആ ഡ്രാഗൺസിനെ പിടിക്കാമെന്ന് അവിടെയുള്ള ആൾക്കാരുടെ അടുത്ത് പറയണം. അങ്ങനെ ഇത് കേട്ട സമയത്ത് തന്നെ അവിടെയാണെങ്കിൽ ഈ കൈനോട്ടക്കാരി അല്ലെങ്കിൽ ഭാവി പ്രവചിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരും പറയുകയാണ്, നിങ്ങൾ ഈ പോകുന്ന ഈ ഒരു പ്രയാണത്തിൽ നിങ്ങൾ വിജയിക്കുമെന്ന്. അങ്ങനെ ഇത് കേട്ട വശം കേൾക്കാത്ത വശം അവിടെയുള്ള എല്ലാ മുതിർന്ന വൈക്കിങ്സും കൂടെ നേരെ ഇവൻ്റെ അച്ഛൻ്റെ നേതൃത്വത്തിൽ ആ ഒരു ഡ്രാഗൺ നെസ്റ്റിലേക്ക് പോവുകയാണ്. ഇതേ സമയത്ത് തന്നെ നേരെ ഹിക്കപ്പിൻ്റെ അച്ഛൻ ഗോബറിൻ്റെ അടുത്ത് പോയിട്ട് പറയുകയാണ്, എൻ്റെ മകനെ എന്തായാലും നിങ്ങൾ നല്ലവണ്ണം സൂക്ഷിക്കണമെന്ന്. അത് മാത്രമല്ല, ഇവനാണെങ്കിൽ അവിടെ വളരെ വിഷമത്തിലാണ് നടക്കുന്നത്. കാരണം അച്ഛൻ ഇവൻ്റെ അടുത്ത് ഇത്രത്തോളം ദേഷ്യപ്പെട്ടു. അങ്ങനെ ഇവനാണെങ്കിൽ ഗോബറിൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഗോബറും ഇവനെ കാര്യമായിട്ടൊന്നും മൈൻഡ് ആക്കുന്നൊന്നുമില്ല. അതുമാത്രമല്ല, അവനും ഈ പറഞ്ഞ രീതിയിൽ ഒരു ഹണ്ടർ ആവാൻ താല്പര്യമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള അവൻ്റെ അച്ഛനാണെങ്കിൽ അതിനു വേണ്ട കാര്യങ്ങളും ശരിയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ആവുന്ന സമയത്ത് താനാണെങ്കിൽ ഹണ്ട് ചെയ്തിട്ട ആ ഒരു ഡ്രാഗണ് എന്തായി എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹിക്കപ്പാണെങ്കിൽ ഒരുപാട് ദൂരം നടന്നിട്ട് ആ ഒരു കാട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ കാട്ടിലെത്തിയ വശം തന്നെ അവിടെ ഒരുപാട് മരമൊക്കെ ഒടിഞ്ഞു കിടക്കുന്നുണ്ട്. അതായത് ഈ ഡ്രാഗൺ രക്ഷപ്പെടാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചതാണ്. അങ്ങനെ അവിടെ ചെന്ന് നോക്കുമ്പോൾ ആ ഒരു ഡ്രാഗൺ അങ്ങനെ ആ ഒരു പരിക്ക് പറ്റിയ ഡ്രാഗനെ കൊന്നുകൊണ്ടിട്ട് എന്തെങ്കിലും തരത്തിൽ അച്ഛനെ ഇൻഫ്ലുവൻസ് ചെയ്യാമെന്ന് നമ്മുടെ ഹിക്കപ്പ് വിചാരിക്കുകയാണ്. പക്ഷെ അതിൻ്റെ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ അതിൻ്റെ അവസ്ഥ കാണുമ്പോൾ അവൻ ഇതിനൊന്നും സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ആ ഒരു ഡ്രാഗനെ റിലീസ് ചെയ്യണം. ആ ഡ്രാഗൺ ആണെങ്കിൽ ഇവൻ്റെ അടുത്തേക്ക് ചാടിത്തുള്ളി വരുന്നുണ്ടെങ്കിലും എന്തോ ഓർത്ത പോലെ ഇവനെ ഒന്നും ചെയ്യാതെ ഡ്രാഗൺ അവിടെ നിന്ന് പറന്നു പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷേ അതിൻ്റെ വാലിൻ്റെ അവിടെ ഭയങ്കരമായ രീതിയിൽ അപകടം പറ്റിയിരിക്കുന്നത് കൊണ്ട് തന്നെ അതിന് കൃത്യമായി പറക്കാൻ സാധിക്കാതെ വരികയും അതാണെങ്കിൽ പല മരങ്ങളിലും ഇടിച്ചുകൊണ്ട് അത് താഴോട്ട് വീഴുകയും ചെയ്യുകയാണ്. അങ്ങനെ ഹിക്കപ്പ് ഇതെല്ലാം നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഹിക്കപ്പ് ആണെങ്കിൽ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിലോട്ട് പോയിട്ട് അവൻ അച്ഛൻ്റെ അടുത്ത് പറയാൻ ശ്രമിക്കുകയാണ്. കാരണം അച്ഛൻ നാളെയാണ് പുറപ്പെടുന്നത് ഈ ഒരു ഹണ്ടിന് വേണ്ടിയിട്ട്. അച്ഛൻ്റെ അടുത്ത് അവൻ പറയാൻ ശ്രമിക്കുകയാണ്, അച്ഛ, ഈ ഡ്രാഗൺസ് ഒന്നും നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല എന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ അവൻ്റെ ഇത്രയും നാളത്തെ ആഗ്രഹപ്രകാരം ഈ വൈക്കിങ്സിന് വേണ്ടിയിട്ടുള്ള ഡ്രാഗൺ ഹണ്ടിങ് ട്രെയിനിങ്ങിലോട്ട് അവന് ഒരു സീറ്റ് അവൻ്റെ അച്ഛനാണെങ്കിൽ ശരിയാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ ഡ്രാഗൺസിനെ ഹണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആയുധം അവൻ്റെ കയ്യിൽ എടുത്തു കൊടുക്കുകയാണ്. അങ്ങനെ അച്ഛനാണെങ്കിൽ ഇത് കൊടുക്കുന്ന വശം തന്നെ അവൻ പറയുകയാണ്, എനിക്ക് ഡ്രാഗൺ ഹണ്ടിങ് ഒന്നും ഇഷ്ടമല്ല എന്ന്. അങ്ങനെ ഇത് കേൾക്കുന്ന അച്ഛനാണെങ്കിൽ അവൻ്റെ അടുത്ത് നന്നായിട്ട് ദേഷ്യപ്പെടുകയാണ്. അങ്ങനെ വേറെ വഴിയില്ലാതെ പിറ്റേ ദിവസം മുതൽ അവൻ ട്രെയിനിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ആരംഭിക്കുകയാണ്. മെയിനായിട്ട് അവിടെ ട്രെയിൻ ചെയ്യുന്നത് ഗോബർ തന്നെയാണ്. ഇവനെ കൂടാതെ നമ്മളുടെ ആസ്ട്രഡിൻ്റെ ഗ്യാങ്ങും അവിടെയുണ്ട്. ആസ്ട്രഡാണ് ഇവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഭയങ്കരമായിട്ട് ധൈര്യമുള്ള ഒരാൾ. അങ്ങനെ ഒരു കൂട്ടിലടിച്ച ഡ്രാഗനെ തുറന്നു വിടുകയാണ്. എങ്ങനെയാണ് പരിശീലനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡ്രാഗനെ ആദ്യം ആരാണ് തോൽപ്പിച്ച് കൂട്ടിലടയ്ക്കുന്നത് അവർക്ക് പോയിന്റ്സ് വരും. അങ്ങനെ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് വരുന്ന ആളാണ് ഈ പറഞ്ഞ രീതിയിൽ വൈക്കിങ്സിൻ്റെ ആ ഒരു ഹണ്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് യോഗ്യത നേടുന്നത്. അങ്ങനെ പലരും പല രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ പാവം നമ്മുടെ ചെറുക്കനാണെങ്കിൽ ആകെ പേടിച്ച് നാശമായിട്ടിരിക്കുകയാണ്. അങ്ങനെ അവനെ ആക്രമിക്കാൻ ആ ഒരു ഡ്രാഗൺ വരുന്ന അതേ സമയത്ത് തന്നെ ഗോബർ വന്ന് അതിനെ കൂട്ടിലടക്കുകയാണ്. ഗോബറിനാണെങ്കിൽ ഒരു കൈയും കാലും ഒന്നും ഇല്ല കേട്ടോ. ഇതിനു മുന്നേ നടന്ന ഒരു ഡ്രാഗൺ ഫൈറ്റിൽ അതൊക്കെ നഷ്ടപ്പെട്ടതായിരുന്നു. അങ്ങനെ അവനെയാണെങ്കിൽ ഗോബർ വഴക്ക് പറയുകയാണ്, എടാ നിന്റെ ആവശ്യപ്രകാരം അല്ലേ ഇതൊക്കെ നടന്നത്, എന്നിട്ട് നീ എന്താ ഇങ്ങനെയെന്ന്. അങ്ങനെ ആ ഒരു ട്രെയിനിങ്ങിനൊക്കെ ശേഷം നമ്മുടെ ഹിക്കപ്പ് ആണെങ്കിൽ നേരെ നമ്മുടെ ഡ്രാഗണിനുള്ള സ്ഥലത്തോട്ട് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ഡ്രാഗൺ ആണെങ്കിൽ ഒരു അരുവിയുടെ അവിടെ നിന്നിട്ട് വെള്ളം കുടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ചെറുക്കൻ മലയുടെ മുകളിൽ നിന്ന് ആ ഒരു ഡ്രാഗൻ്റെ ചിത്രം പകർത്താൻ ശ്രമിക്കുകയാണ്. ഡ്രാഗൺ പറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ചിറകിലേറ്റ അപകടം കൊണ്ട് അതിന് പറക്കാൻ സാധിക്കുന്നില്ല. നല്ല വിശപ്പും ഉണ്ടെന്ന് തോന്നുന്നു. ആ വെള്ളത്തിൽ നിന്ന് മീനെ പിടിക്കാൻ വേണ്ടിയിട്ട് അത് ശ്രമിക്കുന്നുമുണ്ട്. അങ്ങനെ അവൻ നേരെ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ്. അവൻ തിരിച്ചു പോകുന്ന സമയത്ത് അവിടെ ഫുഡൊക്കെ കഴിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അവിടെ വെച്ചിട്ട് നമ്മുടെ ഗോബർ ആണെങ്കിൽ ഓരോ ഡ്രാഗണെയും പറ്റിയുള്ള
ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ ഉള്ള ഒരു ബുക്കുണ്ട്. അതാണെങ്കിൽ നേരെ അവർക്ക് കൊടുക്കുകയാണ്. പക്ഷെ ബാക്കി ആരും അത് വായിക്കുന്നില്ല. ആസ്ട്രിഡ് അതിരുന്ന് വായിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹിക്കപ്പ് പോയിട്ട് ആസ്ട്രിഡിനോട് പറയുന്നുണ്ട്, നിനക്കറിയോ ഈ ഡ്രാഗൺസ് ഒന്നും നമ്മൾ വിചാരിക്കുന്നത്ര പ്രശ്നക്കാരൊന്നും അല്ല കേട്ടോ എന്ന്. പക്ഷേ ആസ്ട്രിഡ് ആണെങ്കിൽ അത് കേൾക്കാൻ തയ്യാറാവുന്നില്ല. ഡ്രാഗൺസ് ഒക്കെ ഭീകരന്മാരാണെന്ന് പറഞ്ഞിട്ട് അവനെ ഭയങ്കരമായിട്ട് വഴക്ക് പറയ്ക്ക് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ ചെറുക്കനാണെങ്കിൽ ആ ബുക്കിൽ ഇനി നൈറ്റ് ഫ്യൂറിയെ പറ്റി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ അതിനകത്തൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ ഒരു സമയത്ത് തന്നെ നമ്മളുടെ ഹിക്കപ്പിൻ്റെ അച്ഛനെയും കൂട്ടരെയും കാണിക്കുകയാണ്. അവർ പോയിരുന്ന ആ ഒരു കപ്പലാണെങ്കിൽ അപകടത്തിൽപ്പെടുകയാണ്. കാരണം വലിയൊരു ഡ്രാഗൺ വന്ന് അതിനെ വെള്ളത്തിൻ്റെ അടിയിൽ വെച്ച് തന്നെ ആക്രമിക്കുകയാണ്. പക്ഷെ കൃത്യമായിട്ട് ഒന്നും അതിനെപ്പറ്റി പിന്നീട് പറയുന്നില്ല. ഇതേ സമയത്ത് പിറ്റേ ദിവസത്തെ ട്രെയിനിങ്ങിന് ഇവർ വീണ്ടും പോവുകയാണ്. ട്രെയിനിങ്ങിന് പോകുന്ന സമയത്ത് പുതിയ ഡ്രാഗനെ കാണുമ്പോൾ എല്ലാവരും ഓടുകയാണ്. പക്ഷെ ആസ്ട്രിഡ് മാത്രം വളരെ ധൈര്യത്തോടു കൂടി നിന്ന് അതിനെ നേരിടുകയാണ്. അതുമാത്രമല്ല, നമ്മുടെ ഹീറോയ്ക്ക് അപകടം പറ്റാതെ ആസ്ട്രിഡ് ആണെങ്കിൽ ഹീറോയെ രക്ഷിക്കുന്നുമുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇന്ന് ആ ഒരു ഡ്രാഗനെ ഭയങ്കരമായ രീതിയിൽ തോൽപ്പിക്കുകയും കൂട്ടിലടയ്ക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇന്നവൾ ജയിച്ചതുകൊണ്ട് അവൾക്ക് എക്സ്ട്രാ പോയിന്റ് കിട്ടുകയും ചെയ്തു. അതായത് ഡ്രാഗനെ കണ്ടിട്ട് പിറ്റേ ദിവസമായല്ലോ. അപ്പോൾ ആ ഒരു ദിവസത്തിൽ നമ്മുടെ നായകനാണെങ്കിൽ ഡ്രാഗനെ കണ്ടിട്ടേ ഇല്ലായിരുന്നു. അപ്പോൾ ഡ്രാഗനെ കാണാൻ വേണ്ടി തൻ്റെ കയ്യിലുള്ള ആ ഒരു പരിശീലനത്തിന് ഷീൽഡൊക്കെ കൊണ്ട് പോവുകയാണ്. ഇതേ സമയം ഡ്രാഗൺ വിചാരിക്കുന്നത് ഇവൻ എന്തോ ഉപദ്രവിക്കാൻ വരികയാണ് എന്നാണ്. പക്ഷേ ഇവനാണെങ്കിൽ ഒരു മീനയും കൊണ്ടായിരുന്നു വന്നിരുന്നത്. അങ്ങനെ മീനെ ഡ്രാഗന് കൊടുക്കുന്ന നേരം ഡ്രാഗനാണെങ്കിൽ അത് ആദ്യം മുഴുവനായിട്ട് വിഴുങ്ങുകയാണ്. പക്ഷേ ഇവനെന്തെങ്കിലും കൊടുക്കണ്ടേ, തൻ്റെ കൂട്ടുകാരനാണല്ലോ എന്നൊരു കൺസിഡറേഷൻ വെച്ചിട്ട് അവന് അതിന് തല തുപ്പി കൊടുക്കുകയാണ്. എങ്ങനെയാണ് പച്ചമീൻ ഒരു മനുഷ്യൻ കഴിക്കുക? പക്ഷെ കഷ്ടപ്പെട്ട ഡ്രാഗൺ കൊടുത്തതല്ലേ എന്ന് കരുതിയിട്ട് അവൻ കഴിക്കാൻ തുടങ്ങുകയാണ്. മാത്രമല്ല ഡ്രാഗൺ ആണെങ്കിൽ ഇനി ഇവന് കഴിക്കാൻ അറിയാത്തത് കൊണ്ടാണോ എന്ന് കരുതിയിട്ട് ഇത് കഴിക്കാനുള്ള ഗൈഡൻസും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതേ സമയം തന്നെ ഇത്ര കൂട്ടൊക്കെ ആയല്ലോ. ഇനി ഡ്രാഗനെ ഒന്ന് തൊടാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഹിക്കപ്പ് ശ്രമിക്കുകയാണ്. പക്ഷെ ഡ്രാഗൺ ഉണ്ടോ സമ്മതിക്കുന്നു. അതാണെങ്കിൽ തീ തുപ്പുകയും വവ്വാലിനെ പോലെ ഒളിച്ചിരിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അങ്ങനെ ഇപ്പം ഡ്രാഗൺ തന്നെ തൊടാൻ സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ നമ്മളുടെ ചെറുക്കനാണെങ്കിൽ മണ്ണിൽ ഡ്രാഗന്റെ പടം വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഡ്രാഗൺ വിചാരിക്കുകയാണ്, ഓ നീ അത്രയ്ക്കായോ, എനിക്കോ അറിയാം പടം വരയ്ക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു മരം തന്നെ പിഴുത് അവിടെ പടം വരയ്ക്കുകയാണ്. എന്തൊക്കെയോ കാണിച്ചു വെക്കുന്നുണ്ട് അവിടെ. അങ്ങനെ പിന്നീട് രണ്ടുപേരും തമ്മിൽ കളിയാവുകയാണ്. പിന്നെയും തൊടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഡ്രാഗൺ ആണെങ്കിൽ ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഇങ്ങനെ മുരൾച്ച ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് അവർ തമ്മിൽ നല്ല കൂട്ടാവുകയും ഡ്രാഗനെ തൊടാൻ വേണ്ടിയിട്ട് ഡ്രാഗൺ സമ്മതിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ അന്ന് രാത്രിയാവുന്ന സമയത്ത് ഗോബർ ആണെങ്കിൽ തൻ്റെ കൈയും കാലും എങ്ങനെയാണ് നഷ്ടപ്പെട്ടത് എന്നുള്ളൊരു കഥയാണെങ്കിൽ അവിടെ വെച്ചിട്ട് തൻ്റെ ആ ഒരു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നൊരു ചെറുക്കൻ പറയുകയാണ്, പേടിക്കണ്ട ഗോബറിനെ പോലെ തന്നെ അവരുടെ കൈയും കാലും ഞാൻ വെട്ടുമെന്ന് പറയുകയാണ്. അങ്ങനെ ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ നായകന് ഒരുപാട് വിഷമാവുകയാണ്. കാരണം ഇതിൻ്റെ കൂട്ടത്തിൽ അവർ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഈ ഡ്രാഗൺസിനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ഒരുപാടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അവരുടെ ചിറകും വാലുകളും വെട്ടിക്കളഞ്ഞാൽ മതി. കുറച്ച് നാൾ കഴിയുമ്പോൾ അതുങ്ങൾ തന്നെ മരിച്ചു പൊക്കോളും എന്ന് പറയുകയാണ്. അങ്ങനെ താൻ കാരണമാണല്ലോ നൈറ്റ് ഫ്യൂറിക്ക് ഈ ഒരു അവസ്ഥ വന്നത് എന്ന് കരുതിയിട്ട് നമ്മൾ നായകന് ഒരുപാട് വിഷമാവാണ്. അങ്ങനെ കുറേ മീനൊക്കെ പിടിച്ചിട്ട് വീണ്ടും നൈറ്റ് ഫ്യൂറിയെ കാണാൻ പോവാണ്. ഒപ്പം അതിൻ്റെ ആ ഒരു വാലിൽ ബാലൻസ് ഇല്ലാത്തത് കൊണ്ടാണ് അതിന് പറക്കാൻ പറ്റാത്തത്. സോ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ തന്നെ മെറ്റൽ വെച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു ഷീൽഡ് പോലത്തെ സാധനമായിട്ടാണ് പോകുന്നത്. അങ്ങനെ അവിടെ ചെന്നതിന് ശേഷം ആ മീനൊക്കെ കൊടുക്കുകയാണ്. പക്ഷേ അതിനൊരു മീനെ കാണുമ്പോൾ മാത്രം ഡ്രാഗൺ ആണെങ്കിൽ പേടിച്ച് പിന്നോട്ട് മാറുകയാണ്. സോ അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള മീനുകൾ കൊടുക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ അതിൻ്റെ വാലിൽ അവനുണ്ടാക്കിയ ആ ഒരു ഷീൽഡ് പോലത്തെ സാധനം അറ്റാച്ച് ചെയ്യുകയാണ്. പക്ഷെ പേടിച്ച ആ ഒരു നൈറ്റ് ഫ്യൂറി ആണെങ്കിൽ വളരെ സ്പീഡിൽ പറക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. ഒപ്പം നമ്മുടെ നായകനാണെങ്കിൽ അതിൻ്റെ വാലിൽ തൂങ്ങി കിടക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ അവസാനം പറന്ന് അത് നമ്മുടെ നായകനെ വെള്ളത്തിൽ തള്ളിയിടുകയാണ്. പിന്നീട് അതിന് പറക്കാനും സാധിക്കുന്നില്ല. അങ്ങനെ അവസാനം കാട്ടിൽ ചെന്ന് അത് ലാൻഡ് ചെയ്യുകയാണ്. അപ്പോൾ അവന് മനസ്സിലായി കുറച്ചുകൂടെ ട്രെയിൻ ചെയ്യണം, അത് മാത്രമല്ല കുറച്ചും കൂടി തൻ്റെ ആ ഒരു ഇൻവെൻഷനിൽ കണ്ടുപിടുത്തത്തിൽ മാറ്റങ്ങൾ വരുത്താനുണ്ട് എന്ന്. അങ്ങനെ പിറ്റേ ദിവസത്തെ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 തലയുള്ള ഡ്രാഗനെ കൂട്ടിലടയ്ക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഈ ഒരു ഡ്രാഗണിൽ ഒരെണ്ണം തീ തുപ്പുന്നതും ഒരെണ്ണം ഗ്യാസ് വിടുന്നതുമാണ്. തീ തുപ്പുന്ന ഡ്രാഗൻ്റെ വായുടെ ഉള്ളിൽ വെള്ളം ഒഴിച്ച് അതിനെ കൂട്ടിലടയ്ക്കണം. ഇതാണ് റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ പലരും പല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. ചിലർ വെള്ളം ഒഴിക്കുമ്പോൾ അത് ഗ്യാസിൻ്റെ ഡ്രാഗണിൻ്റെ മേലെ പോവുകയും അതാണെങ്കിൽ ഉപദ്രവിക്കാൻ വരികയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊക്കെ വളരെ കോമഡി ആയിട്ടാണ് മൂവിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഇതേ സമയത്ത് തന്നെ നമ്മുടെ നായകൻ ഓൾറെഡി അറിയാമല്ലോ ഈ ഒരു മീനിനെ, ആ ഒരു പ്രത്യേക ടൈപ്പിലുള്ള മീനിനെ ഈ പറഞ്ഞ ഡ്രാഗൺസിനെ പേടിയാണ് എന്ന്. അങ്ങനെ ആ ഒരു മീനെ കാണിക്കുമ്പോൾ തന്നെ ഡ്രാഗൺ പേടിച്ച് കൂട്ടിൽ കയറുകയാണ്. അങ്ങനെ ഇതെല്ലാം കണ്ടിട്ട് അവരാണെങ്കിൽ ആകെ ആശ്ചര്യപ്പെടുകയാണ്. ഒരു വെപ്പൺ പോലും ഉപയോഗിക്കാതെ ഈസി ആയിട്ടാണ് നമ്മുടെ നായകനാണെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്.
അങ്ങനെ പിറ്റേ ദിവസവും നമ്മളുടെ ആ ഒരു കണ്ടുപിടുത്തത്തിൽ എന്ത് മോഡിഫിക്കേഷൻ വരുത്താമെന്ന് അവൻ ചിന്തിക്കുകയും കുറച്ച് മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് വീണ്ടും നമ്മളുടെ നൈറ്റ് ഫ്യൂറിയെ കാണാൻ വേണ്ടി പോവുകയാണ്. ഈ പ്രാവശ്യം പോയപ്പോൾ അവൻ ഇരിക്കാൻ വേണ്ടി ഒരു സീറ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും നമ്മുടെ നൈറ്റ് ഫ്യൂറിക്ക് പറക്കാൻ ഭയങ്കരമായിട്ട് അറിയത്തില്ലല്ലോ. സോ അതുകൊണ്ട് വീണ്ടും തറയിൽ വീഴുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം ഇരിക്കുമ്പോൾ അവൻ ഇടാൻ വേണ്ടി, അതായത് താഴെ പോവാതിരിക്കാൻ വേണ്ടി ഒരു ബെൽറ്റൊക്കെ അവൻ റെഡിയാക്കുകയാണ്. അങ്ങനെ ഇപ്പം അവരൊറ്റയ്ക്ക് താഴെ വീഴുന്നില്ലെങ്കിലും രണ്ടുപേരും കൂടെ ഒരുമിച്ച് താഴെ വീഴുന്നുണ്ട്. കാരണം നമ്മുടെ നൈറ്റ് ഫ്യൂറിയുടെ ഭയങ്കരമായിട്ട് കൺട്രോൾ പോയിട്ട് അവർ താഴെ വീഴുന്ന സ്ഥലത്താണെങ്കിലും പഞ്ഞിയുടെ തരത്തിലുള്ള പുല്ലാണ് ഉണ്ടായിരുന്നത്. സോ പഞ്ഞിയിൽ നിന്ന് വരുന്ന ഈ പൊടികളെല്ലാം നമ്മുടെ ഡ്രാഗൻ്റെ മൂക്കിൽ കയറുകയും ഡ്രാഗൺ ആണെങ്കിൽ ഭയങ്കര ഇറിറ്റേറ്റഡ് ആവുകയും ചെയ്യുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ട് അടുത്ത ഡ്രാഗനെ നമ്മുടെ നായകനാണെങ്കിൽ തോൽപ്പിക്കുകയാണ്. അങ്ങനെ ഇവൻ്റെ ഈ ഒരു സാമർത്ഥ്യം കണ്ടിട്ട് എല്ലാവരും ഇതൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അങ്ങനെ ഇവൻ യൂസ് ചെയ്യുന്ന ട്രിക്ക് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇത്രയും നാൾ അവനെ പുച്ഛിച്ചുകൊണ്ടിരുന്ന ആ ഒരു പിള്ളേരാണെങ്കിൽ ഇവൻ്റെ പുറകെ നടക്കുകയാണ്. പക്ഷെ അവനാണെങ്കിൽ കാര്യമായിട്ടൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം വീണ്ടും അവൻ നൈറ്റ് ഫ്യൂറിയുടെ അടുത്ത് പോവാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ രണ്ടിനോടെ കളിച്ചൊക്കെ കഴിയുമ്പോൾ നൈസായിട്ട് അതിൻ്റെ താടിയിൽ ഇവൻ തടവാണ്. ഒരു പട്ടിക്കുഞ്ഞെന്ന പോലെ ആ ഒരു നൈറ്റ് ഫ്യൂറി ആണെങ്കിൽ ഇവൻ്റെ മേലെ കിടന്ന് കൊഞ്ചുകയാണ്. അപ്പോൾ അവന് മനസ്സിലായി ഇവർക്കും ഈ ലാളനകളും അതുപോലെ തന്നെ കെയറിങ്ങും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്ന്. അങ്ങനെ അതനുസരിച്ച് പിറ്റേ ദിവസത്തെ ട്രെയിനിങ്ങിൽ തന്നെ ഉപദ്രവിക്കാൻ വന്ന ആ ഡ്രാഗനെ അവനാണെങ്കിൽ ഭയങ്കരമായിട്ട് തടവാണ്. അങ്ങനെ തടവി കഴിയുമ്പോഴത്തേനും ആ ഡ്രാഗൺ ആണെങ്കിൽ അടങ്ങുകയും അതുപോലെ തന്നെ തോറ്റു പോയിട്ട് അവന് വീണ്ടും പോയിന്റ്സ് കൂടുതൽ കിട്ടുകയും ചെയ്യുന്നു. പിറ്റേ ദിവസം അവൻ അടുത്ത ട്രിക്ക് കണ്ടുപിടിക്കുന്നു. അടുത്ത ട്രിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മളുടെ സൺലൈറ്റ് ഏതെങ്കിലും ഒരു മെറ്റലിൻ്റെ പ്രതലത്തിൽ വീഴ്ത്തുന്നു. അങ്ങനെ അത് കാരണം ഉണ്ടാകുന്ന ആ ഒരു റിഫ്ലക്ഷൻ ഈ കുഞ്ഞുങ്ങൾ പുറകെ പോകുന്ന പോലെ നമ്മൾ ഡ്രാഗൺ ആണെങ്കിൽ ആ റിഫ്ലക്ഷൻ്റെ പുറകെ പോയിട്ട് ഭയങ്കരമായിട്ട് അതിന് കെയർഫുള്ളായിട്ട് നമ്മൾ ഈ പൂമ്പാറ്റേനൊക്കെ ഫോളോ ചെയ്ത് പോകത്തില്ലേ, ആ ഒരു ലാഘവത്തിൽ ഫോളോ ചെയ്ത് പോവുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം ഇവരുടെ ട്രെയിനിങ്ങിൽ അവൻ വീണ്ടും ഒരു കുഞ്ഞു ഡ്രാഗനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ട്രിക്ക് യൂസ് ചെയ്യണം. അങ്ങനെ എല്ലാവരും ഇതൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അങ്ങനെ എല്ലാവരും ഇവൻ്റെ അടുത്ത് വന്ന് ഇവൻ എന്താ ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത്, ഒരു ആയുധം പോലും ഇല്ലാതെ എങ്ങനെയാണ് ഈ ഡ്രാഗൺസിനെയൊക്കെ തോൽപ്പിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷെ നമ്മുടെ ചെറുക്കനാണെങ്കിൽ വിട്ടൊന്നും പറയുന്നില്ല കേട്ടോ. അങ്ങനെ ഇവൻ്റെ ഈ ഒരു കാര്യത്തിലൊക്കെ ഡൗട്ട് ആസ്ട്രിഡിനെ തോന്നാണ്. കാരണം ഇത്രയും നാളെ എല്ലാവരെക്കാട്ടിലും മുൻപന്തിയിൽ ആസ്ട്രിഡ് ആയിരുന്നു. ഇപ്പോൾ ആസ്ട്രിഡ് ആണെങ്കിൽ തോറ്റുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആസ്ട്രിഡ് ആണെങ്കിൽ ഇവനെ ഫോളോ ചെയ്ത് പോകുന്നുണ്ടെങ്കിലും കാടിൻ്റെ നടുവിലെത്തുമ്പോൾ ഇവനെ മിസ്സാവുകയാണ് ആസ്ട്രിഡിന്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഡ്രാഗനെ കാണാൻ വേണ്ടിയിട്ട് അവനടുത്ത് പോവാണ്. ഓരോ ദിവസം ആ ഡ്രാഗൻ്റെ പുറത്ത് പുതിയ പുതിയ പരീക്ഷണങ്ങൾ അവൻ ചെയ്യുകയാണ്, എങ്ങനെ ഡ്രാഗനെ കൺട്രോൾ ചെയ്യാമെന്ന് നോക്കിയിട്ട്. അങ്ങനെ ഇപ്പോൾ അവനാണെങ്കിൽ ഒരു പെഡല് സെറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഈ പെഡൽ വെച്ചിട്ട് ഡ്രാഗൻ്റെ ആ ഒരു സ്പീഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി അവൻ ശ്രമിക്കുകയാണ്. അങ്ങനെ പെഡൽ ചവിട്ടുമ്പോൾ ഇഷ്ടമുള്ള ഡയറക്ഷനിലോട്ട് ഡ്രാഗണിനെ മാറ്റാനും അതുപോലെ തന്നെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ആയിട്ട് അവനാണെങ്കിൽ ഓരോരോ സാധനങ്ങൾ സെറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഇതെല്ലാം കൃത്യമായിട്ട് വിജയിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് വെച്ചിട്ട് അവനൊരു പരീക്ഷണ പറക്കൽ നടത്തുകയാണ്. അതുമാത്രമല്ല ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടൊരു പേപ്പറിൽ അവൻ നോട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ വേട്ടയാടാൻ പോയ അവൻ്റെ അച്ഛനാണെങ്കിൽ തിരിച്ചു വരികയാണ്. കാരണം അവർ തോറ്റല്ലോ, നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു റീസൺ കൊണ്ട് തന്നെ. തിരിച്ചെത്തുമ്പോൾ തൻ്റെ മകനെ പറ്റി എല്ലാവരും ഭയങ്കരമായിട്ട് പൊക്കിപ്പറയുകയാണ്, പ്രത്യേകിച്ച് ഗോബർ. അങ്ങനെ തൻ്റെ മകനെ പറ്റി ഭയങ്കരമായിട്ട് ആ ഒരു അച്ഛനാണെങ്കിൽ പ്രൗഡ് ആവുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ മകനാണെങ്കിൽ പരീക്ഷണ പറക്കലിലാണ് കേട്ടോ. അങ്ങനെ പറക്കൽ വളരെയധികം സക്സസ് ആവുകയാണ്. അങ്ങനെ മലകളുടെ ഇടയിൽ കൂടിയും കുന്നിൻ്റെ മേലിൽ കൂടിയും ഒക്കെ അവർ ഈസി ആയിട്ട് പറക്കുകയാണ്. പക്ഷെ പറക്കുന്ന ഇതേ സമയത്ത് തന്നെ അവൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു പേപ്പർ മിസ്സാവുകയാണ്. മിസ്സായ വശം തന്നെ അവൻ ഭയങ്കരമായിട്ട് പാനിക്കാവാണ്. ബിക്കോസ് അവനാണെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടേ സാധിക്കുന്നില്ല. അങ്ങനെ ഇവനാണെങ്കിൽ ആ ഒരു ഡ്രാഗൻ്റെ മേലിൽ നിന്നും പറന്നു പോവുകയാണ്. പക്ഷേ എങ്ങനെയൊക്കെയോ ആ ഒരു പേപ്പർ ആണെങ്കിൽ തിരിച്ച് എയറിൽ നിന്ന് കൈക്കലാക്കുകയും അവൻ തിരിച്ച് ആ ഒരു സീറ്റിൽ കയറി ഇരിക്കുകയും ചെയ്യുകയാണ്. പക്ഷെ പിന്നെ ഒരു സീറ്റിൽ വന്നതിന് ശേഷം അവൻ വിചാരിക്കുന്നത് പോലെ ആ ഒരു മാനുവൽ വെച്ചിട്ട് ആ ഒരു ഡ്രാഗനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അവൻ തീരുമാനിക്കുകയാണ്, എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കൺട്രോൾ ചെയ്ത് നോക്കാം, ഇനി വേറെ വഴിയൊന്നുമില്ലല്ലോ. അങ്ങനെ അവൻ സ്വന്തം ഇഷ്ടപ്രകാരം കൺട്രോൾ ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോൾ അത് സക്സസ് ആവുകയാണ്. അങ്ങനെ അവൻ വളരെയധികം സന്തോഷവാനാവുകയാണ്. അങ്ങനെ അന്ന് രാത്രി തിരിച്ചു വന്ന അച്ഛനാണെങ്കിൽ തൻ്റെ മകനെ മീറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് തൻ്റെ ആ ഒരു സന്തോഷവും മറ്റും മകൻ്റെ അടുത്ത് പ്രകടിപ്പിക്കുകയാണ്. ഇത്രയും നാൾ വെയിറ്റ് ചെയ്തത് ഇതിനു വേണ്ടിയാണ് എന്നെല്ലാം പറയുകയാണ്. അച്ഛനാണെങ്കിൽ എനിക്കെല്ലാം മനസ്സിലായി, നീ ഇത്രയും നാൾ നല്ലൊരു വീരനായിരുന്നു എന്ന് എൻ്റെ അടുത്ത് പറയാതിരുന്ന എന്താണ് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മളുടെ ചെക്കൻ വിചാരിക്കുന്നത് അവൻ വളർത്തുന്ന അവൻ്റെ ആ ഒരു നൈറ്റ് ഫ്യൂറി എന്ന് പറഞ്ഞിട്ടുള്ള അവൻ പേരിട്ട് വിളിക്കുന്ന ടൂത്ത്ലെസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡ്രാഗനെ പറ്റിയാണ് എന്നാണ്.
ടൂത്ത്ലെസ് എന്ന് വിളിക്കാൻ മറ്റൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ. അത് ചിരിക്കുമ്പോൾ അതിന് വായിൽ പല്ലുകളൊന്നും കൃത്യമായിട്ടില്ല, അതുകൊണ്ടാണ് ടൂത്ത്ലെസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കും ആ ഡ്രാഗനെ ടൂത്ത്ലെസ് എന്ന് വിളിക്കാം. അങ്ങനെ ടൂത്ത്ലെസ്സിനെ പറ്റിയാണ് എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ അച്ഛൻ പറയുന്നത് എല്ലാവരും തൻ്റെ മകനെ പറ്റി പുകഴ്ത്തി പറഞ്ഞതാണ്. അപ്പോൾ അച്ഛനാണെങ്കിൽ അവനൊരു കിരീടം സമ്മാനിക്കുകയാണ്. അത് തൻ്റെ അമ്മ മരിച്ചതിന് ശേഷം, അതായത് നമ്മളുടെ ഈ ഒരു ഹിക്കപ്പിൻ്റെ അമ്മ മരിച്ചതിന് ശേഷം അവന് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു കിരീടമായിരുന്നു. അതിലൊന്നാണ് അവൻ്റെ അച്ഛനും ധരിച്ചിരിക്കുന്നത്. അങ്ങനെ അത് അവന് ഗിഫ്റ്റായി കൊടുക്കുകയാണ്. അങ്ങനെ ഇതേ സമയത്ത് തന്നെ പിറ്റേ ദിവസം വീണ്ടും ഒരു ഡ്രാഗൺ ഫൈറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഫൈറ്റ് ആണെങ്കിൽ അച്ഛനും കാണുകയാണ്. അങ്ങനെ ഇതേ സമയത്ത് നമ്മളുടെ ആസ്ട്രിഡ് ആണെങ്കിൽ ഡ്രാഗണിനെ തളയ്ക്കാമെന്ന് പറഞ്ഞ് പോകുന്ന അതേ സമയത്ത് തന്നെ നമ്മുടെ നായകൻ ഓൾറെഡി ഡ്രാഗണിനെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ അടക്കിയിട്ടുണ്ടായിരുന്നു. സോ ആസ്ട്രിഡ് വീണ്ടും തോറ്റു പോവുകയാണ്. ജയിക്കുന്നത് നമ്മളുടെ അച്ഛൻ്റെ മകനായിട്ടുള്ള ഹിക്കപ്പ് തന്നെയാണ്. അത് അനൗൺസ് ചെയ്യുമ്പോൾ അച്ഛനും ഒരുപാട് സന്തോഷമാവുകയാണ്. പിറ്റേ ദിവസം വീണ്ടും ടൂത്ത്ലെസ്സിനെ കാണാൻ പോകുന്ന നമ്മളുടെ നായകൻ്റെ പുറകെ ആണെങ്കിൽ ആസ്ട്രിഡ് വരികയും അവൻ്റെ ആ ഒരു സീക്രട്ട് കണ്ടുപിടിക്കുകയും ചെയ്യുകയാണ്. അതായത് ആസ്ട്രിഡ് വിചാരിക്കുന്നത് ഇവൻ സംസാരിക്കുന്നതും പറയുന്നതും ഒരു മനുഷ്യൻ്റെ അടുത്താണ്. ആ ഒരു മനുഷ്യനാണ് ഈ ഒരു കുരുട്ട് ബുദ്ധിയൊക്കെ ഇവന് ഉപദേശിച്ചു കൊടുക്കുന്നതും ഡ്രാഗൺസിനെ തോൽപ്പിക്കാൻ സഹായിക്കുന്നത് എന്നുമാണ്. പക്ഷെ അതൊരു ഡ്രാഗൺ ആണ് എന്നവൾ മനസ്സിലാക്കിയ സമയത്ത് പെട്ടെന്ന് തന്നെ അവളുടെ കയ്യിലുണ്ടായിരുന്ന ആയുധം വെച്ചിട്ട് ടൂത്ത്ലെസ്സിനെ ആക്രമിക്കാൻ വേണ്ടി തുടങ്ങുകയാണ് ആസ്ട്രിഡ്. അവളോട് പറയല്ലേ ചെയ്യല്ലേ എന്ന് പലവട്ടം നമ്മുടെ ഹിക്കപ്സ് പറയുന്നുണ്ടെങ്കിലും ആസ്ട്രിഡ് അത് കേൾക്കാൻ തയ്യാറാവുന്നില്ല. വീണ്ടും നമ്മുടെ ടൂത്ത്ലെസ്സിനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ ഇപ്പോൾ വേറെ വഴിയില്ലാതെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളെ കൊണ്ടുപോയിട്ട് ഒരു പാറയുടെ അവിടെ താഴോട്ട് വീഴും എന്നുള്ള രീതിയിൽ കൊണ്ടിടുകയാണ്. എന്നിട്ട് ഇവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ അവൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവളെയും നമ്മുടെ ഈ ഒരു ടൂത്ത്ലെസ്സിൻ്റെ മുകളിൽ കയറ്റിട്ട് പറക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. ആദ്യമൊക്കെ അവൾക്ക് നല്ല പേടിയുണ്ടായിരുന്നെങ്കിലും പിന്നീട് ഈ ഒരു പറക്കൽ അവൾ ആസ്വദിക്കുകയാണ്. അവളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കാം ആകാശത്ത് കൂടി അവൾ പറക്കുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് അങ്ങ് ഇരിക്കുകയാണ് നമ്മുടെ ടൂത്ത്ലെസ്സിൻ്റെ പുറത്ത്. ഇനി കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയ സമയത്ത് അവൾ ഓരോ കാര്യങ്ങളും ആസ്വദിക്കാൻ തുടങ്ങുകയാണ്. അതായത് നമ്മളുടെ മേഘങ്ങളും ആകാശവും, എന്തിനു പറയുന്നു അറോറ ലൈറ്റ്സ് വരെ അവർ കാണുകയാണ്. പെട്ടെന്ന് അറോറ ലൈറ്റ്സിൻ്റെ ഇടയിൽ വെച്ചിട്ട് നമ്മളുടെ ടൂത്ത്ലെസ്സിന് എന്തോ ഒരു സിഗ്നൽ കിട്ടുകയാണ്. അങ്ങനെ അതിൻ്റെ ഡയറക്ഷൻ മാറ്റിയിട്ട് അത് പറന്നു പോവുകയാണ്. പറന്ന് ഒരുപാട് ഡ്രാഗൺസ് ഉള്ള ഒരു സ്ഥലത്ത് അവർ എത്തിച്ചേരുകയാണ്. ഇവരെല്ലാവരും കൂടി പോകുന്നത് ആ ഒരു ഡ്രാഗൺസിൻ്റെ നെസ്റ്റിലോട്ടാണ്. പക്ഷെ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് നമ്മുടെ നായകനും നായികയ്ക്കും മനസ്സിലാവുന്നില്ല കേട്ടോ. അങ്ങനെ അവർ ചെന്നെത്തുന്നത് ഒരു വലിയ ഗുഹ പോലത്തെ സ്ഥലത്തോട്ടാണ്. അതിലൊരുപാട് തീയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരെല്ലാവരും കളക്ട് ചെയ്ത ഫുഡുകളെല്ലാം അവർ താഴോട്ടിടുകയാണ്. ഇടുന്ന അതേ സമയത്ത് തന്നെ താഴെ നിന്ന് ഒരു വലിയ ഡ്രാഗൺ പറന്ന് പൊങ്ങാണ്. അതായത് അതിൻ്റെ വാ തുറക്കുകയാണ്. അങ്ങനെ ആ ഡ്രാഗൺ മീനുകൾ മാത്രമല്ല മറിച്ച് കുഞ്ഞു കുഞ്ഞു ഡ്രാഗണുകളെയും തിന്നുന്നുണ്ട്. അതായത് ഈ മറ്റുള്ള ഡ്രാഗൺസ് എല്ലാം വർക്ക് ചെയ്യുന്നത് ഈ വലിയ ഡ്രാഗണെ തീറ്റി പോറ്റാൻ വേണ്ടിയാണെന്നുള്ളൊരു കാര്യം അവിടെ വെച്ച് അവർക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ വീണ്ടും അവർ കൊണ്ടുവന്ന ഫുഡ് ആ ഡ്രാഗണ് കൊടുത്തതിന് ശേഷം ഫുഡ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ഡ്രാഗൺസ് പിന്നെയും പറന്ന് അകലുകയാണ്. ഇപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി എന്തിനാണ് കന്നുകാലികളെ ഈ ഒരു ഡ്രാഗൺസ് പിടികൂടാൻ വേണ്ടി ശ്രമിച്ചത് എന്ന്. അങ്ങനെ പുറത്ത് വന്നതിന് ശേഷം ഇവനും ആസ്ട്രിഡും കൂടെ ഈ ഒരു കാര്യമൊക്കെ ഡിസ്കസ് ചെയ്യുകയാണ്. നമുക്കിപ്പോൾ തന്നെ ഇത് രാജാവിനെ അറിയിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുകയാണ്, ഇല്ല, നമുക്കതിന് വീണ്ടും സമയമുണ്ട്. പെട്ടെന്ന് തന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ടൂത്ത്ലെസ്സിന് ബുദ്ധിമുട്ടാവും എന്ന് പറയുകയാണ്. അങ്ങനെ ഇവർ തമ്മിൽ അതൊരു വാക്ക് തർക്കമാവുകയാണ്. പക്ഷെ സ്റ്റിൽ നമ്മുടെ ഹിക്കപ്പ ആണെങ്കിൽ അതിനെ സമ്മതിക്കുന്നില്ല. ഇതേ സമയം തന്നെ അവൾ പോകാൻ നേരത്തെ അവനൊരു കിസ് നൽകുകയാണ്. ഇത് കണ്ടിട്ട് നമ്മൾ ഡ്രാഗൺ ആണെങ്കിൽ അവനെ ഇങ്ങനെ കള്ളനോട്ടം നോക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ആവുകയാണ്. ഇന്നാണ് അവൻ്റെ ലാസ്റ്റ് ഹണ്ട്. ഇന്ന് അവൻ ഡ്രാഗണുമായിട്ട് ഒറ്റയ്ക്കൊറ്റയ്ക്ക് പൊരുതേണ്ടതായിട്ടുണ്ട്. അങ്ങനെ അതിനുവേണ്ടി ആ നാട്ടുകാർ ഫുള്ള് വന്നിട്ടുണ്ട്. അങ്ങ് ഡ്രാഗൺ പുറത്തോട്ട് വരികയാണ്. അങ്ങനെ ആയുധങ്ങളൊന്നും ഉപയോഗിക്കാതെ ആസ് യൂഷ്വൽ ട്രിക്കുകൾ ഉപയോഗിച്ച് നമ്മുടെ ചെറുക്കനാണെങ്കിൽ ആ വലിയ തീ തുപ്പുന്ന ഡ്രാഗണെ ആണെങ്കിൽ ഭയങ്കരമായ രീതിയിൽ മെരുക്കിയെടുക്കുകയാണ്. പക്ഷേ ഇത് കാണുമ്പോൾ രാജാവിന്, അതായത് അവൻ്റെ അച്ഛന് ഭയങ്കരമായിട്ട് ദേഷ്യമാവുകയാണ്. കാരണം ഒരു യോദ്ധാവെന്ന നിലയ്ക്ക് അവനൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ അവനാണെങ്കിൽ മെരുക്കിയെടുക്കുവാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് ഈ ഒരു പരിപാടി അവിടെ വെച്ച് തന്നെ നിർത്താനായിട്ട് അച്ഛനാണെങ്കിൽ ആവശ്യപ്പെടുകയാണ്. പക്ഷേ ഇതേ സമയം തന്നെ ഡ്രാഗൺ വീണ്ടും അവനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. എല്ലാവരും അവനെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആർക്കും അതിന് കഴിയുന്നില്ല. ആ ഡ്രാഗൺ ആണെങ്കിൽ അവനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. അങ്ങനെ ആ ഒരു ഡ്രാഗണിൻ്റെ സൗണ്ടും ഇവൻ്റെ സൗണ്ടും കേട്ടിട്ടില്ല നമ്മുടെ ടൂത്ത്ലെസ് ആണെങ്കിൽ അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓടുകയാണ്. ടൂത്ത്ലെസ്സിന് ഒറ്റയ്ക്ക് പറക്കാൻ സാധിക്കത്തില്ല. പക്ഷെ സ്റ്റിൽ ആ ഒരു കാടിൻ്റെ നടുവിൽ കൂടി തൻ്റെ ആ ഒരു യജമാനനെ അല്ലെങ്കിൽ തൻ്റെ കൂട്ടുകാരനെ രക്ഷിക്കാൻ വേണ്ടി ടൂത്ത്ലെസ് അവിടെ ഓടിയെത്തുകയാണ്.
അങ്ങനെ ടൂത്ത്ലെസ്സിനെ കണ്ട വശം തന്നെ എല്ലാവരും ഞെട്ടുകയാണ്. ഇതേ സമയത്ത് തന്നെ ആസ്ട്രിഡിനെ ഓൾറെഡി അച്ഛൻ സേഫ് ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ നായകനെ സേഫ് ആക്കാനായിട്ട് അച്ഛനെ സാധിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ പെട്ടെന്ന് അവിടേക്ക് ടൂത്ത്ലെസ് വരികയാണ്. ടൂത്ത്ലെസ് മറ്റൊരു ഡ്രാഗനെ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കുകയാണ്. പക്ഷെ ടൂത്ത്ലെസ്സിനെ കണ്ട് എല്ലാവരും ഞെട്ടുകയാണ്. കാരണം വളരെയധികം റെയർ ആയിട്ടുള്ള ഒരു ഡ്രാഗൺ ആണ് ടൂത്ത്ലെസ്. അവനിപ്പോൾ എല്ലാവരോടും ചേർന്നിട്ട് ടൂത്ത്ലെസ്സിനെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്, പ്രത്യേകിച്ച് ഹിക്കപ്പിൻ്റെ അച്ഛൻ. അങ്ങനെ ഒരു പോയിന്റ് എത്തുമ്പോൾ ടൂത്ത്ലെസ് ആണെങ്കിൽ ഹിക്കപ്പിൻ്റെ അച്ഛനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹിക്കപ്പിനെ ഓർത്ത് മാത്രം അദ്ദേഹത്തെ വെറുതെ വിടുകയാണ്. പക്ഷേ ഇതേ സമയത്ത് തന്നെ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഹിക്കപ്പിനെ ആണെങ്കിൽ മാറ്റി നിർത്തുകയും നമ്മുടെ ടൂത്ത്ലെസ്സിനെ പിടിച്ചു വെക്കുകയും ചെയ്യുകയാണ്. നമ്മളെ ഡ്രാഗനെ റിലീസ് ചെയ്യുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് അവൻ അച്ഛനോട് സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അച്ഛൻ ഇതൊന്നും പറയുന്നത് കേൾക്കാനേ തയ്യാറാവുന്നില്ല കേട്ടോ. പക്ഷേ സ്റ്റിൽ അവനാണെങ്കിൽ സംസാരിച്ച് എങ്ങനെയെങ്കിലും ടൂത്ത്ലെസ്സിനെ റിലീസ് ചെയ്യണമെന്ന് പറയുകയാണ്. അത് മാത്രമല്ല ആൽഫ ഡ്രാഗൺ എന്ന് പറഞ്ഞിട്ട് ആ ഒരു വലിയ ഡ്രാഗൺ ഉണ്ട് എന്നും ആ ഡ്രാഗന് വേണ്ടിയിട്ടാണ് ഈ ഡ്രാഗൺസ് എല്ലാം ഇവിടെ വന്ന് നാൽക്കാലികളെ കൊണ്ടുപോകുന്നതെന്നുമെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. എന്നിട്ട് ടൂത്ത്ലെസ് ആ ഒരു സ്ഥലം കാണിച്ചു കൊടുത്തുവെന്നും ടൂത്ത്ലെസ് കാരണമാണ് അവൻ ഈ ഒരു സ്ഥലം കണ്ടതെന്നും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ടൂത്ത്ലെസ്സിന് സ്ഥലം അറിയാമല്ലേ, മതി, ഇനി നിൻ്റെ സഹായമൊന്നും എനിക്ക് ആവശ്യമില്ല, ഇനി നീ ആണെങ്കിൽ എൻ്റെ അടുത്ത് മിണ്ടണ്ട, വൈക്കിങ്സിന് തന്നെ നീ ഒരു നാണക്കേടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനെ അവിടെ മാറ്റി നിർത്തിയതിനു ശേഷം അച്ഛനാണെങ്കിൽ ആ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി തയ്യാറാവുകയാണ്. ഒപ്പം ടൂത്ത്ലെസ്സിനെ വലിയൊരു കപ്പലിൽ കെട്ടിയിട്ട് ടൂത്ത്ലെസ്സിനെ കൊണ്ടുപോകുന്നുണ്ട്. അതുമാത്രമല്ല ഒരു കൂട്ടം പടയാളികളും കപ്പലുകളും ഒക്കെയായിട്ട് അവരാണെങ്കിൽ ആ ഒരു കൂട്ടം ഡ്രാഗൺസിനെ നേരിടാൻ വേണ്ടിയിട്ട് പോവുകയാണ്, പ്രത്യേകിച്ച് ആൽഫ ഡ്രാഗണ്. അങ്ങനെ ഇതേ സമയത്ത് തന്നെ അവനാണെങ്കിൽ ഒരു മലയുടെ ചരിവിൽ ഇരുന്നിട്ട് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആസ്ട്രിഡ് ഇപ്പോൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ആസ്ട്രിഡിനോട് അവൻ പറയുകയാണ്, അന്നേ ഞാനതിനെ കൊന്നാൽ മതിയായിരുന്നു, ഇപ്പോൾ ഇതൊന്നും എനിക്ക് കാണേണ്ടി വരില്ലായിരുന്നു, ഞാൻ കാരണം അതും കൂടെ പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ടൂത്ത്ലെസ്സിനെ പറ്റി ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ്. പക്ഷേ ആസ്ട്രിഡിനോട് അവൻ പറയുന്നുണ്ട്, എന്തേലൊക്കെ ആവട്ടെ എനിക്ക് ഇതിനെ രക്ഷിച്ചേ പറ്റത്തുള്ളൂ, എൻ്റെ അച്ഛനെയും പറഞ്ഞ് മനസ്സിലാക്കണം, ഞാൻ എന്തായാലും പൊരുതാൻ തന്നെ തീരുമാനിക്കുകയാണ്. അങ്ങനെ അവനാണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളും അവളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അവളാണെങ്കിൽ അവന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. അങ്ങനെ ഇപ്പോൾ ആസ്ട്രിഡ് ആണെങ്കിൽ അവൻ്റെ അടുത്ത് പറയണം, നിനക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, നീ നന്നായിട്ട് ആലോചിക്കുന്നു പറയണം. അപ്പോൾ പെട്ടെന്ന് എന്തോ ഒരു ഐഡിയ വന്ന പോലെ ഇവനാണെങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഓൾറെഡി ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന ഡ്രാഗൺസ് ഇല്ലേ അതിനടുത്ത് പോവാണ്. അങ്ങനെ അതിനെ ഇവൻ്റെ ഫ്രണ്ട്സുമായിട്ട് ട്രെയിൻ ചെയ്യിക്കുകയാണ്. അങ്ങനെ കൂട്ടുകാരോടൊത്ത് ആ ഒരു ഡ്രാഗൺസിൻ്റെ പുറത്ത് അച്ഛൻ പോയ സ്ഥലത്തേക്ക് അവരും യാത്രയാവുകയാണ്. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ഹിക്കപ്സിൻ്റെ അച്ഛനാണെങ്കിൽ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹിക്കപ്പാണെങ്കിൽ അവിടെ എത്തിയതിന് ശേഷം അച്ഛനെ നോക്കുകയാണ്. ഈ ഒരു സമയം കൊണ്ട് തന്നെ അവരാണെങ്കിൽ നോക്കുമ്പോൾ ഡ്രാഗൺസ് ഒക്കെ ആ ഒരു നെസ്റ്റിൻ്റെ പുറത്തോട്ട് പറന്നു വരുന്നുണ്ട്. പക്ഷെ അത് മനുഷ്യനെ ഉപദ്രവിക്കുന്നില്ല. അത് കാണുമ്പോൾ തന്നെ മകൻ പറഞ്ഞതിൽ എന്തോ സത്യമുണ്ടെന്ന് അച്ഛന് മനസ്സിലാവുകയാണ്. ഈ ഡ്രാഗൺസ് ഫ്രണ്ട്ലി ആണ് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിലും ഈ മകൻ പറഞ്ഞത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛൻ റെഡി ആവുന്നില്ല. അതുകൊണ്ട് തന്നെ അവരിങ്ങനെ നോക്കി നിൽക്കുന്ന അതേ സമയത്ത് തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആൽഫ ഡ്രാഗൺ പുറത്തോട്ട് വരികയാണ്. അങ്ങനെ ആൽഫ ഡ്രാഗൺ ആണെങ്കിൽ ഇവരെ ആക്രമിക്കാൻ തുടങ്ങുന്ന അതേ സമയത്ത് തന്നെ അച്ഛൻ മുകളിലോട്ട് നോക്കുമ്പോൾ തൻ്റെ മകനും കൂട്ടുകാരും ഡ്രാഗണിൻ്റെ പുറത്ത് പറന്നു വരുന്നു. അങ്ങനെ ഇതേ സമയത്ത് തന്നെ അവൻ പറഞ്ഞതൊക്കെ സത്യമാണ് എന്ന് അവർ മനസ്സിലാക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവിടെ മൊത്തം ആൽഫ ഡ്രാഗൺ ആണെങ്കിൽ തീ പരത്തുകയാണ്. അതിൻ്റെ രക്ഷപ്പെടാനുള്ള അല്ലെങ്കിൽ അതിൻ്റെ ആക്രമിക്കാനുള്ള ഒരു ആയുധമാണല്ലോ ഈ തീ വിടുക എന്നുള്ളത്. ഇതേ സമയത്ത് നമ്മുടെ നായകനാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ടൂത്ത്ലെസ്സിനെ റിലീസ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. കാരണം ടൂത്ത്ലെസ്സിനെ കെട്ടിവെച്ചിരിക്കുകയാണല്ലോ അവൻ്റെ അച്ഛൻ. പക്ഷെ അഴിച്ച് പകുതി ആവുന്നത് വരെ അവന് പറ്റുന്നുള്ളൂ. ബാക്കിയുള്ള ലോക്സ് അഴിക്കാൻ വേണ്ടിയിട്ട് അവന് സാധിക്കുന്നില്ല. ഈ സമയം കൊണ്ട് അവൻ്റെ കൂട്ടുകാരാണെങ്കിൽ ആൽഫ ഡ്രാഗണിൻ്റെ പുറത്ത് ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിലൊരു കൂട്ടുകാരനാണെങ്കിൽ ഈ ആൽഫ ഡ്രാഗണിൻ്റെ കണ്ണിൽ ഭയങ്കരമായിട്ട് കുത്തുകയാണ്. ആ കുത്തുന്ന ഫോഴ്സിൽ അതിന് വേദന എടുക്കുന്നത് കൊണ്ട് തന്നെ അത് കുതറി മാറുകയും അവിടോട്ട് ഭയങ്കരമായിട്ട് തീയിടുകയും ചെയ്യുകയാണ്. സോ അവർ വന്ന ബോട്ടുകളെല്ലാം ഭയങ്കരമായിട്ട് കത്തി നശിക്കുകയാണ്. മാത്രമല്ല ഈ പറഞ്ഞ ഹിക്കപ്പും അതുപോലെ തന്നെ നമ്മുടെ ടൂത്ത്ലെസ്സും വെള്ളത്തിലോട്ട് വീഴുകയും ചെയ്യുകയാണ്. ഇത് കണ്ട വശം തന്നെ നമ്മുടെ ഹിക്കപ്പിൻ്റെ അച്ഛനാണെങ്കിൽ ആദ്യം പോയി ഹിക്കപ്പിനെ രക്ഷിക്കുകയാണ്, പിന്നീട് പോയിട്ട് ടൂത്ത്ലെസ്സിനെയും രക്ഷിക്കുകയാണ്. അങ്ങനെ ടൂത്ത്ലെസ് ആണെങ്കിൽ ആ ഒരു കെട്ടഴിഞ്ഞ വശം തന്നെ പെട്ടെന്ന് തന്നെ ഹിക്കപ്പിൻ്റെ അടുത്തോട്ട് വരികയാണ്. അങ്ങനെ ഇവർ പറക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അത് മാത്രമല്ല ആൽഫ ഡ്രാഗണിനെ എതിരെ ഫൈറ്റ് ചെയ്യാനും തുടങ്ങുകയാണ്. ഈ ഒരു സമയത്ത് ആസ്ട്രിഡിനെ കൊണ്ടുപോയിരുന്ന ഡ്രാഗണിൻ്റെ വാലാണെങ്കിൽ ഈ ആൽഫ ഡ്രാഗണിൻ്റെ ഉള്ളിൽ കുടുങ്ങുകയാണ്. ഡ്രാഗണിനെയും ആൽഫ ഡ്രാഗൺ പിന്നുമല്ലോ. സോ തൻ്റെ ആ ഒരു ഡ്രാഗനെ രക്ഷിക്കാൻ വേണ്ടി ആസ്ട്രിഡ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പല്ല് ഓരോന്നായിട്ട് പിഴുത് കളയുകയാണ്. അങ്ങനെ വേദന ഭയങ്കരമായിട്ട് എടുക്കുന്നതുകൊണ്ട് തന്നെ ഈ ഡ്രാഗൺ വീണ്ടും തീ തുപ്പാൻ വേണ്ടി തുടങ്ങുകയാണ്. അങ്ങനെ ആ ഒരു തീയിൽ ആസ്ട്രിഡ് ആണെങ്കിൽ
വെന്തുരുകുമെന്നാണ് ആ ഡ്രാഗൺ വിചാരിക്കുന്നത്. പക്ഷേ ഈ സമയത്ത് തന്നെ ബുദ്ധിമതിയായ ആസ്ട്രിഡ് ആണെങ്കിൽ എടുത്ത് ചാടുന്ന അതേ വശം തന്നെ അവൻ വന്ന് അവളെ രക്ഷിക്കുകയാണ് നമ്മുടെ ടൂത്ത്ലെസ്സിൻ്റെ പുറത്ത് വന്നിട്ട്. അങ്ങനെ ഇതേ സമയം ടൂത്ത്ലെസ്സും ആൽഫ ഡ്രാഗണും അതുപോലെ തന്നെ നമ്മുടെ ഹിക്കപ്പുമായിട്ടുള്ള ഫൈറ്റ് ആരംഭിക്കുകയാണ്. ഇപ്പോൾ ആൽഫ ഡ്രാഗണും പറക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ ചിറകുകൾ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തെ വലിപ്പത്തിലുള്ളതാണ്. അങ്ങനെ ആകാശത്ത് വെച്ച് ഭയങ്കരമായ ഫൈറ്റ് ആരംഭിക്കുകയാണ്. ആദ്യം തന്നെ ഈ പറഞ്ഞ നമ്മളുടെ ടൂത്ത്ലെസ് ആണെങ്കിൽ അതിൻ്റെ ചിറകുകളിൽ ഭയങ്കരമായിട്ട് തീ തുപ്പുകയാണ്. അങ്ങനെ ചിറകുകൾ ഡാമേജ് ആവുകയാണ്. ഈ ഒരു ദേശത്തിൽ അത് ചുറ്റും തീ തുപ്പുകയാണ്. ഈ തീ തുപ്പുന്നതിന് മുന്നേ തന്നെ ആദ്യം ഇതുങ്ങൾ ഒരു ഗ്യാസ് പുറത്തേക്ക് ഇടാറുണ്ട്. ഈ ഗ്യാസ് വിടുന്ന അതേ സമയം തന്നെ നമ്മുടെ ബുദ്ധിമാനായിട്ടുള്ള ടൂത്ത്ലെസ് അതിൻ്റെ വായിലേക്ക് തീ തുപ്പുകയാണ്. അങ്ങനെ ഈ ഒരു ഫോഴ്സിൽ വേദന സഹിക്കാൻ വയ്യാതെ ഈ പറഞ്ഞ നമ്മുടെ ആൽഫ ഡ്രാഗൺ ആണെങ്കിൽ നേരെ അവിടെ ഉണ്ടായിരുന്ന വലിയൊരു അഗ്നിപർവ്വതത്തിൻ്റെ ഉള്ളിലോട്ട് വീഴാണ്. അതായത് ഓൾറെഡി ഇത് ഉണ്ടായിരുന്ന ആ ഒരു സ്ഥലം. അങ്ങനെ വീഴുന്ന അതേ വശം തന്നെ ഇവർ മാത്രമല്ല വീഴുന്നത്, നമ്മളുടെ ടൂത്ത്ലെസ്സും ഇവനും കൂടെ ചേർന്നിട്ടാണ് അതിൻ്റെ ഉള്ളിലോട്ട് വീഴുന്നത്. എല്ലാവരും വിചാരിക്കുന്നത് നമ്മുടെ ഹിക്കപ്പ് മരിച്ചു പോയി എന്നാണ്. മാത്രമല്ല ഈ ആൽഫ ഡ്രാഗൺ ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ വീഴുന്ന സമയത്ത് തന്നെ വലിയൊരു പൊട്ടിത്തെറിയാണ് അവിടെ സംഭവിക്കുന്നത്. ആ പൊട്ടിത്തെറിയിൽ ഇവനും അതുപോലെ തന്നെ ഹിക്കപ്പിനും ഭയങ്കരമായിട്ട് ഡാമേജ് പറ്റിയെന്നാണ് ഇവർ വിചാരിക്കുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് അവിടെ ഇവരാണെങ്കിൽ ഇപ്പോൾ ടൂത്ത്ലെസ്സിനെ കാണുന്നുണ്ട്. അങ്ങനെ തൻ്റെ മകൻ മരിച്ചു പോയി എന്ന് വിശ്വസിച്ചുകൊണ്ട് ഹിക്കപ്പിൻ്റെ അച്ഛനാണെങ്കിൽ ടൂത്ത്ലെസ്സിൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. അങ്ങനെ അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ കിടക്കുക കേട്ടോ, ക്ഷീണിച്ചിട്ട് അതിന് നല്ല രീതിയിൽ ഡാമേജ് പറ്റിയിട്ടുണ്ട്. അങ്ങനെ അച്ഛനെ അത് നോക്കുകയാണ്. എന്നിട്ട് നോക്കിയിട്ട് അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട, അച്ഛൻ്റെ മോനൊന്നും പറ്റിയില്ല എന്നുള്ളൊരു ഇത് കാണിച്ചിട്ട്, അതായത് അതിൻ്റെ മുഖത്തുള്ള ആ കണ്ണിൽ കൂടെ അത് കാണിച്ചതിന് ശേഷം അതിൻ്റെ ചിറകുകൾക്കുള്ളിൽ നിന്ന് നമ്മുടെ ഹിക്കപ്പിനെ പുറത്തെടുക്കുകയാണ്. അങ്ങനെ ഇതും കൂടി കാണുമ്പോൾ എല്ലാവരും വളരെയധികം ഹാപ്പി ആവുകയാണ്. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷമുള്ള കാഴ്ചയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ നായകനാണെങ്കിൽ എഴുന്നേൽക്കുന്ന സമയത്ത് ടൂത്ത്ലെസ് അവൻ്റെ മുറിയിലുണ്ടായിരുന്നു. ടൂത്ത്ലെസ്സിനെ കാണുന്ന വശം തന്നെ അവൻ പറയുകയാണ്, അയ്യോ നീ പെട്ടെന്ന് വെളിയിൽ പോക്കോ, അച്ഛനങ്ങനെ കണ്ടു കഴിഞ്ഞിട്ടാണെങ്കിൽ ഇനി അത് മതി എന്ന് പറയുകയാണ്. പെട്ടെന്നാണ് അവൻ ശ്രദ്ധിക്കുന്നത്, അവന് അന്ന് പറ്റിയ അപകടത്തിൽ ഒരു കാല് നഷ്ടമായിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് അവൻ ജനലുകൾ തുറക്കുമ്പോൾ അവിടെ കാണുന്ന കാഴ്ച കണ്ട് അവൻ ഞെട്ടുകയാണ്. ആ ഗ്രാമത്തിലെ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തെ എല്ലാ വീട്ടിലും ഇപ്പോൾ ഡ്രാഗൺസ് ആണ് പെറ്റ്. എല്ലാവരും ഡ്രാഗൺസിൻ്റെ പുറത്ത് കയറി യാത്ര ചെയ്യുന്നു, കൂട്ടുകാരാവുന്നു, അങ്ങനെയൊക്കെ. അങ്ങനെ അവൻ വളരെയധികം സന്തോഷവാനാവുകയാണ്. മാത്രമല്ല അച്ഛൻ അവനോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുകയാണ്. ഇതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് ഗോബർ വരികയാണ്. എന്നിട്ട് ഗോബർ പറയുകയാണ്, എടാ നിൻ്റെ ആ ഒരു ഡ്രാഗണിന് വേണ്ടിയിട്ട് ഞാൻ പുതിയ വാല് തുന്നിയിട്ടുണ്ട് എന്ന് പറയുകയാണ്. അങ്ങനെ ഇവരിതൊക്കെ സംസാരിച്ച് നമ്മുടെ ടൂത്ത്ലെസ്സിന് വേണ്ടി അതൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ അങ്ങോട്ടേക്ക് ആസ്ട്രിഡും വരികയാണ്. എന്നിട്ട് ആസ്ട്രിഡ് ആണെങ്കിൽ അവിടെ വെച്ച്, ഓ നിനക്ക് ബോധം വന്നോ, ഞാൻ നീ മരിച്ചു പോയെന്ന് വിചാരിച്ചേ, എന്തിനാണ് വിഷമിച്ചതെന്നൊക്കെ ചോദിച്ചിട്ട് അച്ഛൻ്റെ മുന്നിൽ വെച്ച് തന്നെ അവർ രണ്ടുപേരും കിസ് ചെയ്യുകയാണ്. അതിനുശേഷം തന്നെ ഡ്രാഗണിൻ്റെ പുറത്തേറിയിട്ട് ഒരുപാട് നാളായിട്ട് അവൻ കറങ്ങിയിട്ടൊന്നും ഇല്ലായിരുന്നല്ലോ വയ്യായിക കൊണ്ടിട്ട്. അങ്ങനെ തൻ്റെ കൂട്ടുകാരും ഡ്രാഗണും ഒത്ത് ആ ഒരു സ്ഥലം മൊത്തം അവൻ ആകാശത്ത് കൂടെ ചുറ്റിക്കാണുകയാണ്. അങ്ങനെ ഈ ഒരു സീനോട് കൂടി നമ്മുടെ മൂവി അവസാനിക്കുകയാണ്. ഈ ഒരു മൂവിയുടെ വിഷ്വൽസ് എന്ന് പറഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റത്തില്ല. അത്ര പോലും ഭയങ്കര അടിപൊളിയായിട്ടാണ് മൂവീസിൻ്റെ വിഷ്വൽസ് ഒക്കെ ഉള്ളത്. സോ നിങ്ങൾക്ക് ഇനി ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഈ ഒരു മൂവി കാണാൻ മറക്കരുത്. സോ അടുത്തൊരു മൂവിയായിട്ട് നിങ്ങൾക്ക് മുന്നിലോട്ട് എത്തുന്നത് വരെ ദിസ് ഇസ് ടിൽ ദെൻ ബൈ ഫ്രം us.